ദേവാലയങ്ങളിലും വീടുകളിലും വിദ്യാലയങ്ങളിലും നാം വണങ്ങുന്ന ഈശോയുടെ തിരുഹൃദയ ചിത്രത്തിന് പിന്നിൽ വലിയൊരു ആത്മീയ സന്ദേശമുണ്ട്. ജ്വലിക്കുന്ന തീജ്വാലകൾ, മുള്ളുകൾ കൊണ്ടുള്ള കിരീടം, കുന്തത്താലേറ്റ മുറിവ്, ഹൃദയത്തിനു മുകളിലെ കുരിശ് എന്നിവ വെറുമൊരു ചിത്രീകരണമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആഴമേറിയ പ്രതീകങ്ങളാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യകാലം മുതൽക്കേ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള ഭക്തി നിലനിന്നിരുന്നുവെങ്കിലും ഫ്രാൻസിലെ വിസിറ്റേഷൻ സന്യാസിനിയായ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങളിലൂടെയാണ് ആധുനിക രീതിയിലുള്ള തിരുഹൃദയ ഭക്തി പ്രചാരണത്തിലെത്തിയത്. 1673 1675 ഇടയിൽ ഈശോ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പലതവണ ദർശനം നൽകി. 1675 ജൂണിൽ നടന്ന പ്രധാന ദർശനത്തിൽ ഈശോ തൻ്റെ ഹൃദയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യരുടെ തണുപ്പൻ മനോഭാവത്തെയും നന്ദിഹീനതയെയും കുറിച്ച് സങ്കടപ്പെടുകയും തൻ്റെ തിരുഹൃദയത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രത്യേക തിരുനാൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് 1856 പയസ് 9 മാർപ്പാപ്പയാണ് ഈ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയിലുടനീളം ആഘോഷിക്കാൻ ഔദ്യോഗിക അനുമതി നൽകിയത്. അതിലൊന്നാമത്തേതാണ് ജ്വലിക്കുന്ന തിരുഹൃദയം. ഹൃദയത്തിൽ നിന്നുയരുന്ന തീജ്വാലകൾ മനുഷ്യനോടുള്ള ക്രിസ്തുവിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ ലോകത്തിലെ സ്നേഹം കാലക്രമത്തിൽ മങ്ങിപ്പോയേക്കാം, എന്നാൽ ഈശോയുടെ സ്നേഹമാകുന്ന അഗ്നി ഒരിക്കലും കെട്ടുപോകുന്നില്ല. എന്നും അത് ശാശ്വതമാണ്. അതിൽ രണ്ടാമത്തേതാണ് മുൾക്കിരീടം. തിരുഹൃദയത്തിന് ചുറ്റും മുറുകെ നെയ്തിരിക്കുന്ന മുൾക്കിരീടം തൻ്റെ പീഡാസഹന വേളയിൽ അവിടുന്ന് ഏറ്റുവാങ്ങിയ വേദനകളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പാപങ്ങളും അവഗണനയും അവിടുത്തെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളെയാണ് ഇത് കാണിക്കുന്നത്. യഥാർത്ഥ സ്നേഹത്തിൽ വലിയ ത്യാഗം അടങ്ങിയിരിക്കുന്നു എന്ന് ഇത് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേതാണ് കുന്തത്താലേറ്റ മുറിവ്. കാൽവരിയിലെ കുരിശിൽ വെച്ച് പടയാളി കുന്തം കൊണ്ട് കുത്തിത്തുറന്ന ഈശോയുടെ പാർശ്വത്തിലെ മുറിവാണിത്. ഇതിൽ നിന്നൊഴുകിയ രക്തവും ജലവും വിശുദ്ധ കൂദാശകളുടെയും തിരുസഭയുടെയും ഉത്ഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപികൾക്കായി ഈശോയുടെ ഹൃദയം എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന വലിയ കരുണയുടെ സന്ദേശമാണിത്. നാലാമത്തേതാണ് ഹൃദയത്തിന് മുകളിലെ കുരിശ്. തിരുഹൃദയത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് ക്രിസ്തുവിൻ്റെ സ്നേഹവും കുരിശുമരണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നു. കുരിശിലൂടെയാണ് മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതെന്നും തിരുഹൃദയ ഭക്തിയെ ഈശോയുടെ പീഡാസഹനങ്ങളിൽ നിന്നും ഉദ്ധാനത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല എന്നും ഇത് വ്യക്തമാക്കുന്നു. യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും പീഡനങ്ങളുടെയും കാലഘട്ടത്തിൽ തിരുഹൃദയ ഭക്തി കത്തോലിക്ക സഭയ്ക്ക് വലിയ പ്രത്യാശ നൽകി. പാരീസിലെ പ്രശസ്തമായ ബസിലിക്ക ഓഫ് സേക്രഡ് ഹാർട്ട് ഉൾപ്പെടെ ലോകമെമ്പാടും നിരവധി ദേവാലയങ്ങൾ ഇതിൻ്റെ പ്രതീകമായി ഉയർന്നുവന്നു. 1899 ലിയോ 13 മാർപ്പാപ്പ ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചത് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിലൊന്നാണ്.